Hello everyone, welcome to O3 Maths. It's me Nabil. നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ചാപ്റ്ററിന്റെ സെക്കൻഡ് ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിൽ രണ്ട് ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ടോപ്പിക്കിലുള്ളത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് അല്ലെ. എന്താണ് ഫങ്ഷൻ? നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിന്റെ ബേസിക്കിൽ നമ്മൾ അവിടെ റിലേഷൻ എന്താന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞ് എങ്ങനെയാണ് റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക, എല്ലാ ഫംഗ്ഷൻസും റിലേഷൻസ് ആണോ, എല്ലാ റിലേഷൻസും ഫംഗ്ഷൻ ആണോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിൻ്റെയൊക്കെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിന്റെ എക്സസൈസ് പ്രോബ്ലംസും കുറച്ച് എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. രണ്ട് ടൈപ്പ്, വൺ ഫംഗ്ഷനും 1 2 ഫംഗ്ഷനും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ ചോദിക്കുന്ന അതിന്റെ ഏത് ടൈപ്പ് റിഫ്ലക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ത് ടൈപ്സ് ഓഫ് ഫംഗ്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഗിവൺ തന്ന ഫംഗ്ഷൻ അത് ഓൺ 1 ആണോ, ഓൺ 2 ആണോ, അതല്ലെങ്കിൽ അത് ബൈജക്റ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ പ്രോബ്ലംസും എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും എക്സസൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ മാക്സിമം എല്ലാതും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. CBSE-കാർ പ്രത്യേകിച്ച് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പം നമുക്ക് ചാപ്റ്ററിൽ നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ നോക്കാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ സെക്ഷൻ 1.2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പ്രോബ്ലംസ് ആയിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ ഫങ്ഷൻ? എന്താണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് 11ൽ +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു റിലേഷൻ അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ അവിടെ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത്, എല്ലാ റിലേഷൻസും ഫങ്ഷൻ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് എന്ത് പറയാ, ഓൾ ഫങ്ഷൻസ് ആർ റിലേഷൻസ്. എല്ലാ ഫങ്ഷൻസും എന്താണ്, റിലേഷൻസ് ആണ് എന്ന് പറയാം. ഓക്കെ, ഞാനിവിടെ നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് പോവാം. ഞാനിവിടെ ഒരു റിലേഷനെ വരച്ചു. റിലേഷന്റെ ആരോ ഡയഗ്രാം എന്നാണ് സെറ്റ് ചെയ്യേ. ഓക്കെ, സെറ്റ് ചെയ്യേ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സെറ്റ് ചെയ്യേ. 1 2 3 3 എലമെന്റ്സ് ഉണ്ട് സെറ്റ് ചെയ്യല്. ഓക്കെ, ആൻഡ് സെറ്റ് ബിയിൽ 3 എലമെന്റ്സ് ഉണ്ട്, 4 5 6. ഓക്കെ, ഇവിടെ 1 4 റിലേഷനിലാണ്, അതുപോലെ തന്നെ 2 6 റിലേഷനിലാണ്. അപ്പോൾ ഇതൊരു റിലേഷന് എക്സാമ്പിൾ ആണ് അല്ലേ. ഏതോ ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് ഓർഡേഡ് പെയേഴ്സ് ഉണ്ട്, അതിന്റെ ബേസിൽ 1 4 ഉണ്ട്, 2 6 ഉണ്ട്, റിലേഷൻ ആണ്. പക്ഷെ ഇതൊരു ഫംഗ്ഷൻ ആണോ? എന്താണ് നമ്മൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയാ? ഇതൊരു ഫംഗ്ഷൻ ആണോ? ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇതെന്തല്ല, നോട്ട് എ ഫംഗ്ഷൻ. ഇതെന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ എന്താണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, എ റിലേഷൻ said to be a function from set A to set B if every element of set A has one and only one image in set B. എന്താണ് ഇതിന്റെ മീനിങ്? സെറ്റ് എയിലുള്ള ഓരോ എലമെന്റിനും വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷനിൽ നമുക്ക് അപ്പുറത്ത് കറസ്പോണ്ടിങ് ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറിനാണ് ഇമേജ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. ഇവിടെ 1 എന്നുള്ള സെറ്റ് എയിലുള്ള ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ബിയിൽ ഒരു ഇമേജ് ഉണ്ട്. എന്താണ്? 4 ആണ് അല്ലേ. 2 എന്നുള്ള സെറ്റ് എയിലുള്ള ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് സെറ്റ് ബിയിൽ 6 എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. ബട്ട് ഹിയർ ഇൻ സെറ്റ് എ 3 എന്നുള്ള ഒരു എലമെന്റ് റിലേഷനിൽ ഇല്ല അല്ലെ. 3 എന്നുള്ള ഒരു എലമെന്റിന്
കറസ്പോണ്ടിങ് ബിയിൽ സെറ്റ് ബിയിൽ ഒരു ഇമേജ് ഉണ്ടോ? ഒരു ഇമേജ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഇത് ഒരു ഫംഗ്ഷൻ അല്ല എന്ന് പറയാം. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ. ഇത് ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കുക. സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. 157 ആണ്, 238 ആണ്. ഓക്കെ, ഇവിടെ 1-2 റിലേഷനിലാണ്. അതുപോലെ തന്നെ 1-3 എന്നുള്ളൊരു ഓർഡേഡ് പെയർ ഉണ്ട്, 5-8 എന്നുള്ളൊരു ഓർഡേഡ് പെയർ ഉണ്ട്, 7-3 എന്നുള്ള ഒരു ഓർഡേഡ് പെയർ ഉണ്ട്. ഇത് റിലേഷൻ ആണ്, അത് ഓക്കെയാണ്. ഏതോ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടിയ റിലേഷൻസ് ആണ്, കുറെ ഓർഡേഡ് പെയർസ് ഒക്കെ ഉണ്ട്. ഇതൊരു ഫംഗ്ഷൻ ആണോ? ഇതൊരു ഫംഗ്ഷൻ അല്ലേ? ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ലേ? ഫംഗ്ഷൻ ആണോ? നമ്മൾ എന്താ ഇവിടെ എന്താ പറഞ്ഞത്? എവരി എലമെന്റ് ഓഫ് സെറ്റ് എ every element of set A has one and only one image in set B എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലേ? 1 എന്നുള്ള സെറ്റ് എയിലുള്ള എലിമെന്റിന് കറസ്പോണ്ടിങ് 2 ഇമേജ് അവിടെ കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 2ഉം ഒന്ന് 3ഉം. 1ന് 2 ഇമേജ് അവിടെ കാണിക്കുന്നുണ്ട്, 2ഉം 3ഉം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എന്ത് പറയാ? നോട്ട് എ ഫംഗ്ഷൻ. ഇതെന്തല്ല? ഒരു ഫംഗ്ഷന് എക്സാമ്പിൾ അല്ല. ഓക്കെ, ഇനി ഞാൻ വേറൊരു 2 സെറ്റ് തരാം. പി എന്നുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ 10, 20, 30 3 എലമെന്റ്സ് ഉണ്ട്. ക്യൂ എന്നുള്ള വേറൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ 15, 25, 35 ആണുള്ളത്. ഓക്കെ, ഇവിടെ റിലേഷനിൽ വരുന്നത് 10, 15 വരുന്നുണ്ട്, 20, 25 ഉണ്ട്, 30, 35 ഉണ്ട്. ഇതൊരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ലേ? നമ്മൾ എന്താണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ? എന്താ? എവരി എലമെന്റ് ഓഫ് സെറ്റ് എ, ഹിയർ ഇൻ ദ കേസ് എവരി എലമെന്റ് ഓഫ് സെറ്റ് പി ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ക്യൂ അല്ലേ? 10 എന്നുള്ള എലമെന്റിന് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ക്യൂ. ഏതാണ്? 15 എന്നുള്ള ആൾ മാത്രമേ ഇവിടെ എന്തുള്ളൂ? ഇമേജ് ഉള്ളൂ. 20ക്ക് കറസ്പോണ്ടിങ് 25 മാത്രമേ ഇമേജ് ഉള്ളൂ. 30ക്ക് 35 ഇമേജ് ഉള്ളൂ. പിയിലുള്ള എല്ലാ എലമെന്റ്സും ഇൻ റിലേഷനിലും ആണ്. അപ്പൊ നമുക്ക് ഇതിനെന്ത് പറയാം? ദിസ് ഈസ് കോൾഡ് എ ഫംഗ്ഷൻ. ഇത് ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് there are 2 types of functions. മെയിൻ ആയിട്ട് നമുക്ക് 2 ടൈപ്സ് ഫംഗ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 2 ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ 1-1 ഫംഗ്ഷൻസ്. 1-1 ഫംഗ്ഷൻസ്. 1-1 ഫംഗ്ഷനും അതേപോലെ ഓൺ ടു ഫംഗ്ഷനും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ 1.1 ഡിസ്കസ് ചെയ്ത പോലെ ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിച്ചു അല്ലേ? നമുക്ക് ഗിവൺ ഒരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ്, ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് റിലേഷൻസ് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, സെയിം മെത്തേഡിൽ തന്നെ, സെയിം കോൺസെപ്റ്റ് തന്നെ, സെയിം ഒരു ഫോമാറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഗിവൺ ഒരു ക്വസ്റ്റ്യൻ തരും, അത് 1-1 ഫംഗ്ഷൻ ആണോ, ഓൺ ടു ഫംഗ്ഷൻ ആണോ, ചെക്ക് ചെയ്യുക, പ്രൂവ് ചെയ്യുക, ഷോ ദാറ്റ്, ഇത്തരം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 1-1 ഫംഗ്ഷന് നമ്മൾ വേറൊരു പേരും കൂടി ഉണ്ട് അല്ലേ? ഏതൊരാകെ 2 പേരുണ്ടാവും, 2 പേര്. വേറൊരു പേര് 1-1 ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളത് 1-1 ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, സർജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ there are mainly 2 types of functions, 1-1 functions and on to functions. ഇനി എന്താണ് ഫംഗ്ഷന്റെ അകത്തുള്ള 1-1 ഫംഗ്ഷൻസ് ആവാനുള്ളതിന്റെ കണ്ടീഷൻസ് എന്താണ്, അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷൻ ആവാന്നുള്ളതിന്റെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളത് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, എന്താണ് 1-1 ഫംഗ്ഷൻ? 1-1 ഫംഗ്ഷന്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് 1-1 ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ എഫ്, ഡെഫിനിഷൻ നോക്കിയേ. ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ആണ്. ഓക്കെ,
ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് 1 1 ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ അതിനെ നമ്മൾ 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് 1 ഫംഗ്ഷൻ ആണെന്ന് പറയും എപ്പോ ഇഫ് ഡിസ്റ്റിങ്ക്റ്റ് elements of set A have distinct image in set B. സെറ്റ് എയിലുള്ള സെറ്റ് എനെ നമ്മൾ വേറൊരു പേരും കൂടി പറയും. സെറ്റ് എനെ കംപ്ലീറ്റ്ലി അല്ല, റിലേഷനിൽ പങ്കെടുക്കുന്ന എല്ലാ എലമെന്റ്സിനും നമ്മളൊരു പേര് പറയും. എന്താണ്? ഡൊമൈൻ അല്ലേ? അപ്പോൾ നമ്മൾ ഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് സെറ്റ് ബിയിലുണ്ട് എങ്കിൽ നമുക്ക് അതിനെ 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. എവരി എലമെന്റ് ഓഫ്, മറ്റൊരു മീനിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഓർ ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ എന്നാക്കാം. എവരി എലമെന്റ് ഓഫ് ഡൊമൈൻ ഹാസ് യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ സെറ്റ് ബി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, 1 ഫംഗ്ഷന് ഒരു എക്സാമ്പിൾ. ഇവിടെ സെറ്റ് എ തന്നിട്ടുണ്ട് 1 2 3 4 ആണ്. ഓക്കെ, സെറ്റ് ബി തന്നിട്ടുണ്ട് 5 6 7 8 ആണ്. ഓക്കെ, 1 5 റിലേഷനിലാണ്, അതുപോലെ തന്നെ 2 7 റിലേഷനിലാണ്, 3 6 റിലേഷനിലാണ്, 4 8 റിലേഷനിലാണ്. ഇത് 1 ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ? എന്താ? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, അതായത് ഡൊമൈനിലുള്ള ഓരോ ആളുകൾക്കും, ഇവിടെ ഡൊമൈനിൽ ആരൊക്കെ ഉണ്ട്? 1 2 3 4 എല്ലാവരും റിലേഷനിലായതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം? ഡൊമൈനിലെ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്കും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. ഓക്കെ, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എവിടെ ഉണ്ട്? സെറ്റ് ബിയിലുണ്ട്. അപ്പൊ നമുക്ക് പറയാം 1ന്റെ ഇമേജ് എന്താ? 5 ആണ്. ഓക്കെ, 2ന്റെ ഇമേജ് എന്താ? 6 ആണ്. ഈ 5 എന്നുള്ളത് വേറെ ആരും ഇമേജ് അല്ല. ഓക്കെ, 1ന്റെ മാത്രം, 1 ലൈൻ ഉള്ളി യുണീക്ക് ആണ്. യുണീക്ക് എന്ന് പറഞ്ഞാല് 2ന്റെ ആരാണ്? 7 ആണ്. അതുപോലെ തന്നെ 3ന്റെ 6 ആണ്, 4ന്റെ 8 ആണ്. അപ്പോ ഈ ഇമേജുകൾ വേറെ ആർക്കും ഇമേജ് അവകാശപ്പെടാൻ വേറെ ഒരു ഡൊമൈനിൽ ഒരു എലമെന്റ് ഇല്ല. യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാ? ഇതാണ് എന്ത്? 1 ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഇത് 1 ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതട്ടെ. ഇത് 2 3 4 3 എലമെന്റ്സ് സെറ്റ് എയിലുണ്ട്. സെറ്റ് ബിയിൽ 5 6 7 ഉണ്ട്. ഓക്കെ, 5 6 7 ഉണ്ട്. ഇവിടെ 2ന്റെ ഇമേജ് 5 ആണ്. 2ന്റെ ഇമേജ് 5 ആണ്. അതുപോലെ തന്നെ 3ന്റെ ഇമേജ് 5 ആണ്. 4ന്റെ ഇമേജ് 6 ആണ്. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇതൊരു റിലേഷൻ ആണ്, അത് ഉറപ്പാണ്. ഫംഗ്ഷൻ ആണ്. കാരണം എന്താ? സെറ്റ് എയിലുള്ള എല്ലാ എലിമെന്റ്സിനും 1 ആൻഡ് ഓൺലി 1 ഇമേജ് എവിടെ ഉണ്ട്? ഒരു ഇമേജേ ഉള്ളൂ ഇവിടെ സെറ്റ് ബിയിൽ അല്ലേ? കറസ്പോണ്ടിങ് സെറ്റ് ബിയിൽ 2ന് ഒരു ഇമേജല്ലേ ഉള്ളൂ 5, 3ക്ക് ഒരേ ഒരു ഇമേജ് ഉള്ളൂ, അതും 5 ആണ്. 4ന് ഒരു ഇമേജ് ഉണ്ട് 6. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ഇത് ഏത് ഫംഗ്ഷൻ ആണ്? 1 ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ നോക്കാം? യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണോ സെറ്റ് എയിലുള്ള ഡൊമൈനിലുള്ള എലിമെന്റ്സിന് എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ? അപ്പൊ 2ന്റെ 5 ആണ് അല്ലെ? 3ന്റെ എന്താണ്? 5 ആണ്. അപ്പൊ യുണീക്ക് അല്ല, ഡിസ്റ്റിങ്ക്റ്റ് അല്ല. ഇവിടെ എന്തുണ്ട്? ഈ 5 എന്നുള്ള ഇമേജ് രണ്ടാൾക്ക് അവകാശപ്പെടാനുണ്ട്. 4ന്റെ ഇമേജ് 6 ആണ്. അപ്പോൾ ഇത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് പറയും? മെനി 1 ഫംഗ്ഷൻസ് എന്ന് പറയും. അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ചില റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എൻട്രൻസിനൊക്കെ ആവശ്യമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് 1 ഫംഗ്ഷൻ, അതുപോലെ തന്നെ വാട്ട് ഈസ് മെനി 1 ഫംഗ്ഷൻ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക്. ഓക്കെ, അടുത്തതാണ് ഓൺ ടു ഫംഗ്ഷൻ. നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തതാണ് ഓൺ ടു ഫംഗ്ഷൻ. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ? നമുക്ക് നോക്കല്ലേ, എന്താണ് ഓൺ ടു ഫംഗ്ഷൻ? ഓൺ ടു ഫംഗ്ഷന്റെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? സർജക്റ്റീവ് അല്ലേ? സർജക്റ്റീവ് ഫംഗ്ഷൻ ഓൺ
സർജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഓൺ ടു ഫംഗ്ഷൻ. എങ്ങനെ നമുക്ക് ഓൺ ടു ഫംഗ്ഷനെ തിരിച്ചറിയാം? ഓൺ ടു ഫംഗ്ഷനെ തിരിച്ചറിയാം. ഇപ്പൊ നമ്മൾ 1 പറഞ്ഞല്ലോ. 1 ആരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്? ഡൊമൈനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് അല്ലേ? ഡൊമൈനിലുള്ള ഓരോ ആളുകൾക്കും വൺ ആൻഡ് ഓൺലി അല്ലെങ്കിൽ യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എവിടെ വരണം? സെറ്റ് ബിയിൽ വരണം അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി അതിനെ നേരെ തിരിക്കുക. അതായത് കോ ഡൊമൈനിലുള്ള ഓരോ ആളുകൾക്കും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എവിടെ വരണം? സെറ്റ് എയിൽ വരണം. അതിനെയാണ്, അത്തരം ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് പറയാം? ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയാം. ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് ഓൺ ടു ഫംഗ്ഷൻ if every element in codomain have some pre-image in domain. കോഡൊമൈനിലുള്ള ഓരോ ആളുകൾക്കും എന്ത് വേണം? സം പ്രീ ഇമേജ്, ഡൊമൈനിൽ പ്രീ ഇമേജ് വേണം. അതിനെ നമുക്ക് അത്രയും ഫംഗ്ഷൻസിന് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. എന്താ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഡൊമൈൻ റേഞ്ച് കോഡൊമൈനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുമാണ്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ സെറ്റ് ബീനെ പറയുന്ന പേരാണ് കോഡൊമൈൻ എന്നുള്ളത്. അവിടെ റിലേഷന് വലിയ പ്രാധാന്യമില്ല. സെറ്റ് ബിയിൽ ആരൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് ഒക്കെ കോഡൊമൈനിലുള്ളതാണ് അല്ലേ? അപ്പോ ഇത് പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് നമ്മൾ ഡൊമൈനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിനെ ഇമേജ് എന്ന് പറയും. അതിന് ഒരു ഇപ്പുറം ആരോമാർക്കിന്റെ ഇപ്പുറത്തേക്ക് അതിന് മുന്നേ ഒരു ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ ആയിട്ട് എന്ത് പറയും? പ്രീ ഇമേജ് എന്ന് പറയും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സെറ്റ് എ തന്നിട്ടുണ്ട്, 1 2 3 4 ആണ്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സെറ്റ് ബി തന്നിട്ടുണ്ട്, എ ബി സി ഡി ആണ്. ഓക്കെ, ഇവിടെ 1 ബി 3C4D. ഇവിടെ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷന്റെ ബേസിൽ നമുക്ക് ഒരുപാട് ഓർഡേർഡ് പേയേഴ്സ് ഉണ്ട്. ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലേ? ഒരു ഫംഗ്ഷൻ ആണ്, കാരണം എല്ലാവർക്കും ഒരു ഇമേജ് അപ്പുറത്ത് വരുന്നുണ്ട്. ഇനി ഇത് 1 ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓക്കെ ആണോ എന്ന് പറയാം അല്ലെ? 1 ഫംഗ്ഷൻ ആണ്. ഡൊമൈനിലുള്ള ഓരോ എലിമെന്റ്സിനും എന്തുണ്ട്? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇവിടെ ഉണ്ട്, സെറ്റ് ബിയിലുണ്ട്. അപ്പൊ 1 ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ഇവിടെ എന്താണ് നോക്കാം, ചെക്ക് ചെയ്യാനുള്ളത്? ഇവിടെ കോഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ? ഇവിടെ സെറ്റ് എക്കുള്ള എന്റെ പ്രീ ഇമേജ് എന്താ? 1 ആണ് അല്ലെ? ബിന്റെ പ്രീ ഇമേജ് 2 ആണ്, സിന്റെ പ്രീ ഇമേജ് 3 ആണ്, ആൻഡ് ഡിന്റെ പ്രീ ഇമേജ് 4 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ എന്ത് പറയാ? ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ എന്ന് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഇനി ഇത്രയാണ് ഇതിന്റെ ഒരു ടോട്ടൽ കോൺസെപ്റ്റ് ഉള്ളത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ആ ഗിവൺ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്യാനും 1-2 പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നോട്ട് പോസ് ചെയ്യുക, എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ സെക്കൻഡ് ടോപ്പിക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, അത് കണക്ട് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ 7. എന്താണ് ക്വസ്റ്റ്യൻ? ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ 50 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 ഇൻ എ സ്കൂൾ. എ ബി ദ സെറ്റ് ഓഫ് ഓൾ, എന്താണ് സെറ്റ് ഇവിടെ? 50 സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 10. ഓക്കെ, ലെറ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താണ്? എഫ് ഫംഗ്ഷൻ എ ടു എൻ ആണ്. എ എന്നുള്ള സെറ്റും ആണ് ഡൊമൈൻ വരുന്നത്. നമുക്ക് കോഡൊമൈൻ ആയിട്ട് വരുന്നത്, രണ്ടാമത്തെ സെറ്റ് ആയിട്ട് വരുന്നത് ആരാണ്? എൻ ആണ്. എൻ മീൻസ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇത് ഫംഗ്ഷൻ. ഇനി ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റോൾ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ് എക്സ്. എക്സ് എന്നുള്ള സ്റ്റുഡൻറ്റിന്റെ റോൾ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ് എക്സ്. ഷോ ദാറ്റ് ദി ഗിവൺ ഫംഗ്ഷൻ ഈസ് 1 ബട്ട് നോട്ട് ഓൺ ടു. ഇത് 1 ഫംഗ്ഷൻ ആണ്, ബട്ട് എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 1 ഫംഗ്ഷൻ ആണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സ്ഥിരമായിട്ടൊരു പ്രൊസീജിയർ ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിനും നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, ഇവിടെ 2-3 രീതിയിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം.
ആരോ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നമുക്കതിനെ f(x1) f(x2) എന്നുള്ള രണ്ട് കാറ്റഗറി ആക്കിയിട്ട് അതെന്താണ് എന്നുള്ളതിന്റെ ഒരു പ്രൊസീജിയർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, 1 1 ആണ് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആരോ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇവിടെ എന്താണത് എന്നുള്ളത്, സെറ്റ് എ എന്താണത് എന്നുള്ളത്, സെറ്റ് എ എന്താണത് എന്നുള്ളത്, സെറ്റ് എ എന്ന് പറയുന്നത് ഓൾ 50 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 ആണ്. ക്ലാസ് 10ലെ എല്ലാ 50 സ്റ്റുഡൻസിനെയാണ് നമ്മളിവിടെ സെറ്റ് എ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സെറ്റിലെ എയിൽ ആരൊക്കെ ഉണ്ടാവും, ഫസ്റ്റ് സ്റ്റുഡൻറ് എ എന്നുള്ള ഓരോരോ പേരുകളുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും, ഡി ഉണ്ടാവും, അങ്ങനെ വന്ന് 50th സ്റ്റുഡൻറ്റും ഉണ്ടാവും അല്ലേ. 50th സ്റ്റുഡൻറ്റും ഉണ്ടാവും, എ ബിയോ എ ഡിയോ അങ്ങനെ വരും. 50th സ്റ്റുഡൻറ്റ് വരെ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സെറ്റ് നമ്മൾ കോ ഡൊമൈൻ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ സെറ്റ് ബി. സെറ്റ് ബിയിൽ ആരാ ഉള്ളത്, നാച്ചുറൽ നമ്പേഴ്സ് ആണുള്ളത്. നാച്ചുറൽ നമ്പേഴ്സിന് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 എന്നിങ്ങനെ വന്നിട്ട് 50 51 ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോകും അല്ലേ. ഏതുവരെ പോകും, +∞ വരെയുള്ള നമ്പേഴ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, സെറ്റ് എ നമുക്കറിയാം ലിമിറ്റഡ് ആണ്. സെറ്റ് എയിൽ ഫസ്റ്റത്തെ ആള് വരുന്നത് എ എന്നുള്ള ആളാണെങ്കിൽ ലാസ്റ്റത്തെ ആള് വരുന്നത് 50th സ്റ്റുഡൻ്റ് ആണ്, 50ാമത്തെ ആളാണ്. സെറ്റ് ബി എന്ന് പറയുന്നത് 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് സെറ്റ് ബി എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഫംഗ്ഷൻ 1 1 ആണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത്. 1 1 ആണോ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് കോൾഡ് 1 1 ഫംഗ്ഷൻ എന്താവണം, ഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവണം അല്ലേ. അതല്ലേ ഇതിന്റെ റൂള്. ഓരോ എലമെന്റിനും എന്ത് വേണം, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവണം. നമുക്കറിയാം ഒരു ക്ലാസ് റൂമിൽ നമ്മൾ റോൾ നമ്പറിന്റെ കേസിൽ ഒരാൾക്കും എന്തുണ്ടാവില്ല, 2 റോൾ നമ്പർ ഉണ്ടാവില്ല അല്ലേ. ഒരാൾക്ക് എന്തുണ്ടാവില്ല, ഇപ്പൊ 2 എന്ന് ഉള്ള റോൾ നമ്പറിൽ അറിയപ്പെടുന്ന ഒരാൾ ഒരേ ഒരു വ്യക്തി ഉണ്ടാവുള്ളൂ. 27 എന്നുള്ള റോൾ നമ്പറിൽ അറിയപ്പെടുന്ന രണ്ടാളുണ്ടാവോ, ഇല്ല. 45 എന്നുള്ള റോൾ നമ്പറിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോ ഓരോ ആളുകൾക്കും ഇപ്പോ എന്റെ റോൾ നമ്പർ 2 ആണെങ്കിൽ ബിന്റെ 1 ആവും, സിന്റെ 4 ആണെങ്കിൽ ഡിന്റെ 8 ആവും, ഇന്റെ 3 ആവും, അങ്ങനെ പോയി 50th റോൾ നമ്പർ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ 50 ആവും റോൾ നമ്പർ വരിക. എങ്ങനെയും വരാം അല്ലെ, എന്ന് പറഞ്ഞാല് സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇവിടെ ഉണ്ട്, സെറ്റ് ബിയിലുണ്ട് അല്ലേ. അത് അങ്ങനെ നമുക്ക് ഇതിനെ മീൻ ചെയ്തൂടെ, സെറ്റ് എയിലുള്ള എല്ലാ ആളുകൾക്കും എന്തുണ്ട്, സെറ്റ് ബിയിൽ ഒരു യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം എങ്ങനെ, സിൻസ് no two students of a class can have same roll number അല്ലേ. സെയിം റോൾ നമ്പർ ഉള്ള 2 സ്റ്റുഡന്റ് നമുക്കൊരു ക്ലാസ്സിൽ നിന്ന് കിട്ടൂല. എല്ലാ ആളുകൾക്കും ഓരോ റോൾ നമ്പറേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ഗിവൺ ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയാം അല്ലേ. സോ ഫംഗ്ഷൻ ഈസ് 1 1. ഫംഗ്ഷൻ എന്താണ്, 1 1 ആണ്. ക്ലിയർ ആയല്ലോ. എല്ലാ ആളുകൾക്കും എന്തുണ്ട്, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് സെറ്റ് ബിയിലുണ്ട്. ഇനി ഗിവൺ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ ഫംഗ്ഷൻ എ ടു എൻ ആണ് അല്ലേ. ഓക്കെ, എന്താണ് ഓൺ ടു ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്, കോഡൊമൈനില് അല്ലെങ്കിൽ സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും സെറ്റ് എയില് ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും സെറ്റ് എയിൽ എന്തുണ്ടായിരിക്കണം, ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം അല്ലേ. പ്രീ ഇമേജ് ഉണ്ടായിരിക്കും, അതല്ലേ നമ്മൾ ഓൺ ടുവിന്റെ കണ്ടീഷൻ. ഇനി ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ തന്നിട്ടുള്ളത് റോൾ നമ്പർ ഓഫ് എ സ്റ്റുഡന്റ് ആണ് അല്ലെ. ഫംഗ്ഷൻ ഈസ് റോൾ നമ്പർ ഓഫ് സ്റ്റുഡന്റ് എക്സ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ 50 സ്റ്റുഡൻസ് മാത്രമാണ് സെറ്റ് ചെയ്യലുള്ളത് അല്ലെ. 50 സ്റ്റുഡൻസ് ആണ്. ഈ 50 സ്റ്റുഡൻസിനെ റോൾ നമ്പർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, 65 എന്നുള്ള റോൾ നമ്പറിൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. കാരണം എന്താ, നമുക്ക് എപ്പോഴും അറിയാം റോൾ നമ്പർ 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, അതങ്ങനെ 50 വരെ ഉള്ള ആളുകൾക്ക്, 50 ആളുകളുണ്ടെങ്കിൽ 50 വരെയുള്ള റോൾ നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. 51 ആളുണ്ടാവില്ല. ഈ പുതിയ അഡ്മിഷൻ വന്നിട്ട് വേണം അല്ലേ. 56 ആളുണ്ടാവില്ല. 50 നമ്മളെ സെറ്റ് ബി എവിടെയാണ് ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, നീണ്ടു പോകുന്നുണ്ട്? പ്ലസ് ഇൻഫിനിറ്റിന്റെ അവിടെയുള്ള നമ്പർ വരെ എക്സ്റ്റെൻഡ് നീണ്ടു പോകുന്നുണ്ട്, നാച്ചുറൽ നമ്പർ അല്ലെ. അപ്പോൾ 51 കഴിഞ്ഞാൽ 50 കഴിഞ്ഞാൽ 51 ആളില്ല, പ്രീമേജ് ഇല്ല. 52 പ്രീമേജ് ഇല്ല. ഇവിടെ 50 കഴിഞ്ഞാൽ ഇവിടെ 52 ഉണ്ട്, 53 ഉണ്ട്. ഇവിടെ 53ക്ക് 52 ഒന്നും എന്തില്ല, പ്രീമേജ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാ, ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണോ? അല്ല. ഓൺ ടു ഫംഗ്ഷൻ ആണോ? അല്ല. അപ്പോ ഗിവൺ ഫംഗ്ഷൻ എന്തല്ല, ഈസ് നോട്ട് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. റോൾ numbers of students are from 1 to 50 വരെയാണ് അല്ലെ. ഫ്രം 1 to 50 ആണ്. സോ 51 is not a roll number of any student of the class അല്ലേ. റൈറ്റ് അല്ലേ? ഓഫ് ദി ക്ലാസ്. therefore നമുക്ക് എന്ത് പറയാ, therefore thus there is no pre-image of ആർക്ക് പ്രീഇമേജ് ഇല്ല? 51 എന്നുള്ള നാച്ചുറൽ നമ്പറിന് സെറ്റ് ചെയ്യല് ഒരു പ്രീഇമേജ് ഇല്ല. ഓക്കെ, ഹെൻസ് ഫംഗ്ഷൻ എന്തല്ല, ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 8. എന്താണ് ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ n to n. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, n to n ആണ്. നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണ് എ, ബി എന്നുള്ള സെറ്റും നാച്ചുറൽ നമ്പർ തന്നെയാണ്. ഗിവൺ ബൈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x ഈക്വൽ ടു 2x ആണ് അല്ലെ. f of x ഈക്വൽ ടു 2x ഈസ് 1 ബട്ട് നോട്ട് ഓൺ ടു. ഇത് 1 ആണ്, എന്തല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു നമുക്കൊരു കോമൺ ആയിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കാം അല്ലെ. 1 ആണോ 1 ആണോ പ്രൂവ് ചെയ്യാൻ ഒരു കോമൺ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാക്കാം. ടെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് ഫംഗ്ഷൻ, ഇവിടെ 2x എന്ന് പറഞ്ഞ പോലെ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 ആണോ 1 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അതിന് മുന്നേ നമ്മളിപ്പോൾ ആരോ ഡയഗ്രാം വരച്ചിട്ടും ഇത് പ്രൂവ് ചെയ്യാം. കുറച്ച് ലെങ്തി ആണ്, പക്ഷെ അവിടെ നമുക്ക് സെന്റൻസ് എഴുതാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് വരിക, ഇതിന്റെ ഫംഗ്ഷൻ എന്താ വരുന്നത്, y ഈക്വൽ ടു 2x എന്ന് എഴുതി കൂടെ. f of x ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 2x ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റ് ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സെറ്റ് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 2, 3, 4, 5 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. രണ്ടാമത്തെ സെറ്റും എന്ത് തന്നെയാണ്, n to n ആണ് അല്ലെ. n to n ആണ്, അതും എന്ത് തന്നെയാണ്, 1, 2, 3, 4, 5 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, ഇനി ഞാനിവിടെ എക്സിന് അപ്ലൈ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് കൊടുക്കുന്ന ആൾ പറഞ്ഞാൽ ഇൻപുട്ട് ആണ് അല്ലെ. ഇത് നമ്മൾ ഡൊമൈനിലുള്ള ഒരു നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. കറസ്പോണ്ടിങ് വൈയിൽ എനിക്ക് എന്ത് കിട്ടും, ഒരു ഔട്ട്പുട്ട് കിട്ടും. അത് നമുക്ക് റേഞ്ചിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, സോറി, കോഡൊമൈനിൽ അപ്പുറത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ എക്സിന് ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയിൽ എന്താ കിട്ടുക, 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1 നേരെ കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാ, 2. എക്സിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈയിൽ എന്ത് കിട്ടും, 4 കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള നമ്പറിന്
വേറെ നമ്പർ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരുപാട് ഡൗട്ടാണ്. ഓക്കെ, ഒരുപാട് ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ആരോ ഡയഗ്രാം വരച്ചിട്ട് ഇനി കൂടുതൽ കൺഫ്യൂസിങ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ പ്രൂവ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം 1 എന്നുള്ളൊരു സൈഡ് ഹെഡിങ് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ഫംഗ്ഷൻ 1 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. 1 എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കുക ഇവിടെ ഫംഗ്ഷൻ എന്താണ്, 2x ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. ഞാൻ അതിനെ എഫ് ഓഫ് x1 എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പുറത്ത് എങ്ങനെ വരും 2x1 എന്ന് വരും അല്ലെ. എഫ് ഓഫ് x1 എന്ന് എടുത്തു കഴിഞ്ഞാൽ 2x1. ഇനി എഫ് ഓഫ് x2 എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് എങ്ങനെ വരിക, 2x2 എന്ന് വരും അല്ലെ. ഫംഗ്ഷൻ 2x2 എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്യണേ, പുട്ടിങ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എഫ് ഓഫ് x1നെയും എഫ് ഓഫ് x2നെയും ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും ഇവിടെ ഫംഗ്ഷൻ 2x1 ഈക്വൽ ടു 2x2 എന്ന് വരും. അതായത് ഈ 2നെ അപ്പുറം കൊണ്ടുപോയി ആ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്തായി, അത് ക്യാൻസൽ ചെയ്ത് പോകും. 2/2 1 ആയി. അപ്പൊ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഇതുപോലെ നമുക്കൊരു ഫംഗ്ഷനെ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി, x1 ഈക്വൽ ടു x2 എന്നുള്ളത്. ക്യാൻസലേഷനും സിംപ്ലിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നോക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ ഈസ് 1 ആണെന്ന് പറയാം. ഗിവൺ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ, 2x എന്നുള്ളത് ഈ n to n എന്നുള്ള ലിമിറ്റ്, ഫംഗ്ഷന്റെ ലിമിറ്റിൽ എന്താണ് 1 ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് ഒന്നും നോക്കാതെ പറയാം. വേറെ ഒന്നും ഇവിടെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. അപ്പോ നമുക്ക് എന്ത് പറയാം, therefore ഫംഗ്ഷൻ ഈസ് 1. ഫംഗ്ഷൻ എന്താണ്, 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒരു ഹെഡിങ് കൊടുക്കുക, ഓൺ ടു ഫംഗ്ഷൻ. ഈ ഓൺ ടു ഫംഗ്ഷനും ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ആദ്യം ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ് അല്ലെ. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2xനെ നമുക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു 2x എന്ന് എഴുതിക്കൂടെ. ഇതിനെ ഇനി ഞാൻ എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു വാട്ട്, എക്സിന്റെ ഇതിൽ ടേമിൽ എഴുതി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു y/2 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, വാട്ട് ഈസ് എഫ് ഓഫ് y/2 എന്താണ് വരിക, എഫ് ഓഫ് y/2 എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, എഫ് ഓഫ് y/2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2 into y/2 എന്ന് വരും അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് y/2 എന്നുള്ളത് എന്ത് വരും, 2 into y/2, ദാറ്റ് ഈസ് എഫ് ഓഫ് y/2 ഈക്വൽ ടു y എന്ന് വരും. എഫ് ഓഫ് y/2 ഈക്വൽ ടു y എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, ഈ y എന്നുള്ളത് എന്താണ്, നമ്മളെ കോഡൊമൈനിലുള്ള ആളാണ് അല്ലേ. y എന്നുള്ളത് കോഡൊമൈനിലുള്ള ആളാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഡൊമൈനിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഈ y-ന്റെ പ്രീ ഇമേജ് വരുന്നത് എവിടെയാണ്, y/2ലാണ്. സപ്പോസ് ഞാൻ y ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അപ്പോൾ y/2 ഈക്വൽ ടു എന്താവും, 0.5 ആവും. അതായത് എഫ് ഓഫ് 0.5 വരുമ്പോഴാണ് നമുക്കിവിടെ y-ൽ 1 വരുന്നത്. നമുക്കറിയാം എന്താണ്, ഈ ഡൊമൈനിൽ നാച്ചുറൽ നമ്പർ ആണ്, കറസ്പോണ്ടിങ് y-ലും നാച്ചുറൽ നമ്പർ ആണ് അല്ലെ. n to n അല്ലേ നമ്മളെ റിലേഷൻ വരുന്നത് അല്ലെ, ഇങ്ങനെയല്ലേ വരുന്നത്, 1 2 3. ഇവിടെയും സ്റ്റാർട്ടിങ് ഫ്രം 1 2 3. ഓക്കെ, അപ്പോ ഈ സെറ്റ് ബിയിലുള്ള 1 എന്നുള്ള ആൾക്ക് പ്രീമേജ് സെറ്റ് എയിൽ എത്ര നമ്പർ വരുന്നത് അറിയോ, 0.5 ആണ്. ആ 0.5 എന്നുള്ള ആള് സെറ്റ് എയിലുണ്ടോ, ഇല്ല. നാച്ചുറൽ നമ്പർ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാ, 1 എന്നുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്തില്ല, there is no any pre-image on set A. സെറ്റ് എയിൽ എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, therefore ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ. അപ്പോ ഫംഗ്ഷൻ ഈസ് നോട്ട്
ഓൺ ടു ഫംഗ്ഷൻ എന്തല്ല ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ നമ്പർ 9. പ്രൂവ് ദാറ്റ് ഫംഗ്ഷൻ ആർ ടു ആർ ആണ്. ഹിയർ ആർ ടു ആർ ആണ്. ആർ ടു ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ടു റിയൽ നമ്പർ. സെറ്റ് എയിൽ റിയൽ നമ്പർ ആണ്, സെറ്റ് ബിയിൽ എന്താണ് റിയൽ നമ്പർ ആണ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 2x ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. ഫംഗ്ഷന്റെ റേഞ്ച് വരുന്നത് ആർ ടു ആർ ആണ്. ഫംഗ്ഷൻ എന്താണ്? ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ആറാണ് രണ്ട് സെറ്റ് വരുന്നത്. 2x 1 1 ആണ് ആൻഡ് ഓൺ ടു 1 1 ആണ് ഓൺ ടു ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്കത് 1 1 ആണോ എന്നുള്ളത് നോക്കാം. ഒരു ഹെഡിങ് കൊടുക്കുക 1 1 ആണോ എന്നുള്ളത്. നമുക്ക് എഫ് ഓഫ് എക്സ്, ഹിയർ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എന്താ വരിക? 2x1 ആണ് വരിക അല്ലേ. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ടു? എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു 2x2 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യുക. അതായത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ചെയ്യുമ്പോൾ 2x1 ഈക്വൽ ടു 2x2 എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്ന് വരും. ദെർഫോർ നമുക്ക് ഒന്നും നോക്കണ്ട, ഫംഗ്ഷൻ എന്താണ്? ഈസ് 1 1 ആണ്. ഓക്കെ, ഓരോ ഇമേജിനും ഓരോ എലമെന്റിനും, ഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എവിടെ ഉണ്ട്? കോഡൊമൈനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയാം. ഇനി അടുത്തത് ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവൺ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫംഗ്ഷൻ എന്താണ് ഇവിടെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ് അല്ലേ. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു 2x എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു y ബൈ 2. എക്സ് ഈക്വൽ ടു y ബൈ 2. ഇനി എഫ് ഓഫ് y ബൈ 2 എന്താ വരിക? എഫ് ഓഫ് y ബൈ 2 എന്താ വരിക? 2 ഇൻറ്റു y ബൈ 2 അല്ലേ. എഫ് ഓഫ് എക്സ് 2x ആണെങ്കിൽ എഫ് ഓഫ് y ബൈ 2 എന്താ വരിക? 2 ഇൻറ്റു y ബൈ 2 വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് y ബൈ 2 ഈക്വൽ ടു y എന്ന് വരും. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രോബ്ലത്തിന്റെ അതേ പ്രൊസീജിയർ. പക്ഷേ നമുക്ക് ഇവിടെ എന്താണ് ഫംഗ്ഷന്റെ റേഞ്ച് വരുന്നത്? ഫംഗ്ഷൻ വരുന്നത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. അതായത് ഈ ഫസ്റ്റ് സെറ്റിലുള്ള ആൾക്കാർ റിയൽ നമ്പർ ആണ്. -∞ മുതൽ +∞ വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. സെക്കൻഡ് സെറ്റിലും എന്തുണ്ട്? -∞ മുതൽ ∞ വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വൈൻ്റെ പ്ലേസിൽ ആര് വന്നു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് നമുക്ക് അവിടെ എന്തുണ്ടാവും? ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ എഫ് ഓഫ് സംതിങ് y എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണ്ണും ചെമ്പിയിട്ട് എന്ത് ചെയ്താ? ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആണ് എന്നുള്ളത് നമുക്കവിടെ പ്രൂവ് ചെയ്യാം. ക്ലിയർ ആണോ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് തന്നെയാണ് അല്ലേ. എക്സ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. എന്നാൽ തൊട്ട് മുന്നുള്ള പ്രോബ്ലത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇത് ഓൺ ടു കിട്ടാഞ്ഞ്? അവിടെ നമുക്ക് നാച്ചുറൽ നമ്പറിന്റെ രണ്ട് സെറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നാച്ചുറൽ നമ്പറിൽ എന്തില്ല? 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? Therefore given function is 1 1 and on to function. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ 10. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ n to n. ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. രണ്ട് സെറ്റ് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണ്. ഗിവൺ ദാറ്റ് ഒരു വെറൈറ്റി ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് 1 ഉം എഫ് ഓഫ് 2 എന്ത് തന്നെയാണ്? 1 ആണ്. എന്നാൽ എഫ് ഓഫ് എക്സ് എന്താണ്? x-1 ആണ് അല്ലേ. ഫോർ എവരി എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 2 ഈസ് ഓൺ ടു ആണ്, ബട്ട് നോട്ട് 1 1 ആണ്. ഇത് ഫംഗ്ഷൻ 1 1 അല്ല, പക്ഷെ എന്താണ്? ഓൺ ടു ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്കിത് ഓൺ ടു ആണോ എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഫംഗ്ഷൻ എന്താന്നുള്ളത് നമുക്കൊന്ന് ക്ലാരിഫൈ എഴുതിയാലോ. അതായത് ഇവിടെ ഫംഗ്ഷൻ എന്താ തന്നിരിക്കണമെന്ന് വെച്ചാല് ഫംഗ്ഷന്റെ വാല്യൂ എക്സ് 1 ആവുമ്പോൾ ഫംഗ്ഷൻ എന്താ വരിക? 1 ആണ് വരിക അല്ലേ. നമുക്ക് തിരിച്ചെഴുതാം. ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആവും എപ്പോ?
എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ. ഇനി 2 വരുമ്പോഴോ എക്സ് ഈക്വൽ ടു 2 വരുമ്പോഴും ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ? ഇനി എഫ് ഓഫ് എക്സ് ആവുമ്പോഴോ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആവുമ്പോഴോ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആവുമ്പോൾ എന്താ വരുന്നത്? എക്സ് മൈനസ് 1 ആണ്. ഇതൊരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ഇതിനെ ജനറേറ്റ് ചെയ്ത് കിട്ടിയത്. ഓക്കെ, ഇനി ഈ ഒരു ഫംഗ്ഷൻ 1 ആണോ ഓൺ 2 ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, എന്താണ് നമ്മളെ 1 കണ്ടീഷൻ? എന്താ? സെറ്റ് എയിലുള്ള ഇവിടെ സെറ്റ് എ എന്താ? സെറ്റ് എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ് അല്ലേ? സെറ്റ് ബിയോ അതും നാച്ചുറൽ നമ്പർ ആണ്. എൻ ടു എൻ ആണ്. 1 2 3 4 5 ഇല്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതുവരെ പ്ലസ് ഇൻഫിനിറ്റി വരെ അതങ്ങനെ പോകും. ഓക്കെ, സെറ്റ് എയിലുള്ള ഓരോ എലമെന്റിനും ഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒരേ ഒരു ഇമേജ് സെറ്റ് ബിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കോഡൊമൈനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അതാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത് അല്ലേ? എക്സിന് 2 വരുമ്പോഴും 1 തന്നെയാണ് വരുന്നത്. എക്സിന് 2 വരുമ്പോഴും 1 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 2 ആവുമ്പോൾ എക്സ് 3 ആണെങ്കിലോ വെൻ എക്സ് ഈക്വൽ ടു 3 ആവുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് മൈനസ് 1 ആണ്. അതായത് 3 മൈനസ് 1 ഈക്വൽ ടു 2 ആണ്. അപ്പൊ എക്സിന് 3 ആവുമ്പോൾ ഏതാ വരിക? 2 ആണ് വരിക. പിന്നെ അത് അങ്ങനെ ആൻഡ് ഓൺ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, പക്ഷെ നമുക്ക് എല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇത് എന്ത് ചെയ്തു? ഇതിന്റെ ഒരു കള്ളത്തരം പൊളിഞ്ഞു. അതായത് ഇവിടെ രണ്ടാളുകൾക്ക് 1നും ഡൊമൈനിലുള്ള 1നും 2നും ഒരേ ഇമേജ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ ഈ ഫംഗ്ഷൻ എന്തല്ല 1 അല്ല എന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, സിൻസ് different elements 1, 2 have the same image same image 1, therefore function is not 1 ഫംഗ്ഷൻ എന്തല്ല ഒരു 1 ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത് ഓൺ 2 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓൺ 2 ആണോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഹെഡിങ് കൊടുക്കുക ഓൺ 2 ഫംഗ്ഷൻ. ഓൺ 2 ഫംഗ്ഷനിൽ നമ്മൾ ഈ രണ്ട് സെറ്റിലും നാച്ചുറൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റിലും ഓരോ എലിമെന്റിനും കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ഡൊമൈനിൽ ഒരു പ്രീ ഇമേജ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഓൺ 2 ആണ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാം അല്ലേ? ഹിയർ ഫോർ എവരി y there is a value of x which is a natural number. അല്ലേ? നമുക്ക് ഓരോ y എന്നുള്ള ഓരോ എലിമെന്റിനും കറസ്പോണ്ടിങ് എക്സിൽ എന്തുണ്ട്? ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore ഫംഗ്ഷൻ ഈസ് ഓൺ 2. ഫംഗ്ഷൻ എന്താണ്? ഒരു ഓൺ 2 ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ നമ്പർ 11 ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ, ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. റേഞ്ച് എന്താണ്? ഫംഗ്ഷൻ R to R ആണ്. റിയൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റ് ആണ്. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ എന്നുള്ളതാണ് അല്ലെ? ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. ഈസ് നെയ്തർ 1 and or on 2. ഇത് 1 അല്ല on 2 അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ ഫംഗ്ഷന്റെ റിയൽ നമ്പറിന്റെ രണ്ട് സെറ്റ് ആണ് തന്നിട്ടുള്ളത്. ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി ഇത് 1 ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ഹിയർ? ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? x1 സ്ക്വയർ എന്ന് എടുക്കാം. എഫ് ഓഫ് എക്സ് 2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാം? x2 സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് 1 ഈക്വേറ്റ് ചെയ്യുക എഫ് ഓഫ് എക്സ് 2 ആയിട്ട് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കാം. x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് വരും അല്ലേ? x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് വരും. നമ്മൾ ഈ സ്ക്വയർ ടേമിന് നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് ഓർ മൈനസ് റൂട്ട് സംതിങ് ഉണ്ടാവുക അല്ലേ? പ്ലസ് ഓർ മൈനസ് റൂട്ട് സംതിങ് ആണ് വരിക. അപ്പൊ ഇവിടെ x1 രണ്ട് വാല്യൂസ് വരാം. x1 ഈക്വൽ ടു
റൂട്ട് ഓഫ് x2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് x2 സ്ക്വയർ. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു ഏത് വരും? x2 വരും ഓർ മൈനസ് x2 വരും അല്ലേ? x1ന് ഇവിടെ നമുക്ക് എന്തുണ്ട്? രണ്ട് വാല്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതിന് മീനിങ് എന്താ? x1ന് പ്ലസ് x2 വരാം, മൈനസ് x2 വരാം. വിച്ച് മീൻസ് x1ന് എന്തില്ല? യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് കോഡൊമൈനിൽ ഇല്ല. അതാണ് അതിന്റെ മീനിങ്. ഈക്വൽ ടു 1 ഒറ്റ നമ്പർ അല്ല വരുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു രണ്ട് നമ്പറിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു പ്ലസ് ടേമിലും ഒരു മൈനസ് ടേമിലും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിൻസ് x1 does not have unique image, therefore function is not 1 1. ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. ഓക്കെ, ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ ഗിവൺ ഫംഗ്ഷൻ ഓൺ2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഗിവൺ ഫംഗ്ഷൻ ഓൺ2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സൈഡ് ഹെഡിങ് കൊടുക്കുക, ഓൺ2, ചെക്ക് ഓൺ2. എന്താണ് നമ്മളെ ഫംഗ്ഷൻ വരുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് അല്ലേ? റിയൽ R2 R ആണ് നമ്മളെ രണ്ട് സെറ്റ് വരുന്നത്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് നമ്മളെ രണ്ട് സെറ്റ് വരുന്നത്. ഓക്കെ, ഇനി y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഒരു ടേമിൽ നമുക്ക് ഇതിനെ എഴുതാം അല്ലെ? എങ്ങനെയല്ലേ നമ്മൾ ഇതിന്റെ പ്രൊസീജിയർ? ഇനി ഇതിനെ എക്സിന്റെ ഈക്വൽ ടു ടേമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരിക? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സ്ക്വയർ ടേമിനെ ഈക്വൽ ടു പലപ്പോഴും പല ആളുകളുടെ അടുത്തും മിസ്റ്റേക്ക്. നമ്മൾ 8th 9th ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ പഠിച്ചപ്പോൾ അവിടെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും മറക്കാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഈ സ്ക്വയറിനെ ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ വെറും റൂട്ട് മാത്രമല്ല ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു പ്ലസ് ഓർ മൈനസും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി. എക്സ് ഈക്വൽ ടു എന്തായി? പ്ലസ് റൂട്ട് വൈയും റൂട്ട് വൈ ഓർ മൈനസ് റൂട്ട് വൈ. ഓക്കെ, ഈ വൈന്റെ ടേം നമുക്ക് എന്ത് വരാ? y ബിലോങ്സ് ടു ആർ ആണ് അല്ലെ? റിയൽ നമ്പർ ആണ്. കാരണം എന്താ? നമ്മളെ കോഡൊമൈനിലാണ് എന്ത് വരിക? ഈ വൈന്റെ ടേം വരിക. അവിടെ എന്താണ്? റിയൽ നമ്പർ ആണ് വരുന്നത്. അപ്പൊ റിയൽ നമ്പറിലുള്ള ഏത് നമ്പറും വൈന്റെ അവിടെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ ആണല്ലോ? റിയൽ നമ്പറിലുള്ള ഏത് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് നമ്പറും വരാം അല്ലെ? നെഗറ്റീവ് നമ്പറും വരാം. വിച്ച് മീൻസ് ഞാനിവിടെ y ഈക്വൽ ടു ഒരു -3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് -3 എന്ന് വരും. ഈ റൂട്ട് ഓഫ് -3 എന്നുള്ളത് ഒരു റിയൽ നമ്പർ ആണോ? അല്ല. റൂട്ട് ഓഫ് -3 എന്നുള്ളത് റിയൽ നമ്പർ ആണോ? അല്ല. അത് ഏത് നമ്പറാണ്? ഒരു ഇമേജിനറി നമ്പറാണ്. ഒരു ഇമേജിനറി നമ്പറാണ് അല്ലെ? നമ്മൾ കോംപ്ലക്സ് നമ്പറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫംഗ്ഷൻ ഓൺ2 ഫംഗ്ഷൻ അല്ല എന്ന് പറയാം അല്ലെ? ചില വാല്യൂസ് വരുമ്പോൾ നമുക്ക് കോഡൊമൈനിലുള്ള ചില നമ്പേഴ്സിന് വാല്യൂസ് വരുമ്പോൾ കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ആയിട്ട് ആരാണ് വരുന്നത്? ഇമേജിനറി നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവൺ ഫംഗ്ഷൻ അല്ല. ഇതെന്തല്ല? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല, റിയൽ നമ്പർ അല്ല, റിയൽ നമ്പർ ആയിട്ടല്ല നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. therefore function is not on2. okay, so function is not on2. ഫംഗ്ഷൻ എന്തല്ല? ഒരു on2 ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യാൻ നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 12. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ n to n നാച്ചുറൽ നമ്പറിന്റെ രണ്ട് സെറ്റാണ് തന്നിട്ടുള്ളത്. ഗിവൺ ബൈ ഓക്കെ, ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ? എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് ഇഫ് എക്സ് ഈസ് ഓഡ് അല്ലെ? എക്സ് ഓഡ് നമ്പർ ആവുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. ഇനി ഫംഗ്ഷൻ x -1 ആണ് എപ്പോ? ഇഫ് എക്സ് ഈസ് ഈവൻ.
നമ്മൾ എക്സിന്റെ പ്ലേസിൽ ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യേണ്ടത് ആരെയാണ്? എക്സ് മൈനസ് വണ്ണിനെയാണ് അല്ലേ? ഇത് 1 ആണോ 1 ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും എന്താണ്? അല്ലെ ഈ ഫംഗ്ഷൻ രണ്ടും ആണ് അല്ലെ, 1 ആണോ 1 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്ക് 1 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. 1 ഓക്കെ, 1 ഫംഗ്ഷൻ ആണെന്നുള്ളത്. ഫംഗ്ഷൻ n ആണ് അല്ലെ. ഫംഗ്ഷൻ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ 2 സെറ്റാണ് തന്നിട്ടുള്ളത്. ക്ലിയർ? ഇവിടെ ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഫംഗ്ഷൻ ആദ്യം ഓഡ് നമ്പർ എക്സ് ഓഡ് നമ്പർ ആവാം, എക്സ് ഈവൻ നമ്പർ ആവാം. അപ്പൊ ഞാൻ ആദ്യം എക്സ് ഈസ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ, എക്സ് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് വരിക? എഫ് എക്സ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 1 അല്ലേ? എക്സ് പ്ലസ് 1 ആണ് എഫ് ഓഫ് എക്സ് വരിക. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എന്താ വരിക? എക്സ് 1 പ്ലസ് 1 വരും. എഫ് ഓഫ് എക്സ് 2 ഈക്വൽ ടു എന്താ വരിക? എക്സ് 2 പ്ലസ് 1 വരും. ഇനി എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ആണ് എഫ് ഓഫ് എക്സ് 2 എന്നുള്ളത് പ്രൂവ് ചെയ്യണം, വിച്ച് ഈസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ 1നെ ഒരു സൈഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടും അല്ലേ? നമുക്ക് എന്ത് കിട്ടും? എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2. ക്ലിയർ അല്ലേ? ഇനി എക്സ് അതർവൈസ് എക്സ് ഈസ് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, എക്സ് ഒരു ഈവൻ നമ്പർ ആണ്, അങ്ങനെയെങ്കിൽ നമുക്ക് ആരെ എടുക്കാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് എടുക്കാം. അപ്പൊ എഫ് ഓഫ് എക്സ് 1 ആരെ വരിക? എക്സ് 1 മൈനസ് 1 വരും. എഫ് ഓഫ് എക്സ് 2 എന്ത് വരും? എക്സ് 2 മൈനസ് 1 വരും. ഇനി എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ആണ് എഫ് ഓഫ് എക്സ് 2 എന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. എന്താ വരിക? എക്സ് 1 മൈനസ് 1 ഈക്വൽ ടു എക്സ് 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് 1 ഈക്വൽ ടു എക്സ് 2. ഈവൻ ആണെങ്കിലും ഓഡ് ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടി? എക്സ് 1 എക്സ് 2 ഈക്വൽ ആണ്. ദെർഫോർ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഈസ് 1 രണ്ട് കേസിലും എന്താണ്? ഫംഗ്ഷൻ ഓഡ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും ഫംഗ്ഷൻ 1 ആണ് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓൺ ടു ഹെഡിങ് കൊടുക്കുക, ഫംഗ്ഷൻ ഈസ് ഓൺ ടു. എന്താണ് നമ്മളെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1. എക്സ് പ്ലസ് 1 എപ്പോഴാവുക? ഇഫ് എക്സ് ഈസ് ഓഡ് ആവുമ്പോൾ അല്ലേ? ഇഫ് എക്സ് ഈസ് ഈവൻ ആവുമ്പോൾ ഏത്? എക്സ് മൈനസ് 1. ഓക്കെ, ഇനി ഇവിടെ ഈ കേസിലും നമുക്ക് ഫസ്റ്റ് ഇഫ് എക്സ് ഈസ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് എക്സ് ഈസ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഏതാ വരിക? എക്സ് പ്ലസ് 1 ആണ് വരിക. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 വരും. എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1 എന്ന് വരും അല്ലെ? എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1 എന്ന് വരും. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് വൈ മൈനസ് 1 എന്താ വരിക? എഫ് ഓഫ് വൈ മൈനസ് 1 ഈക്വൽ ടു വൈ മൈനസ് 1 പ്ലസ് 1 വരും. എഫ് ഓഫ് വൈ മൈനസ് 1 ഈക്വൽ ടു വൈ എന്ന് വരും. ഓക്കെ, എഫ് ഓഫ് വൈ മൈനസ് 1 ഈക്വൽ ടു വൈ. ഇനി ഇത് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് എക്സ് ഈസ് ഈവൻ നമ്പർ, ഇതൊരു ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? എക്സ് മൈനസ് 1 വരും. വൈ ഈക്വൽ ടു എക്സ് മൈനസ് 1 വരും. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 1 വരും അല്ലെ? എക്സിന് വൈ പ്ലസ് 1 വരും. ഇനി എഫ് ഓഫ് വൈ പ്ലസ് 1 എന്താ വരിക? വൈ പ്ലസ് 1 മൈനസ് 1 വരും. അപ്പൊ എഫ് ഓഫ് വൈ പ്ലസ് 1 ഈക്വൽ ടു വൈ എന്ന് വരും. എന്താണ് ഇതിന്റെ മീനിങ്? എക്സ് ഓഡ് നമ്പർ ആവുമ്പോ വൈ എന്താ വരുന്നത്? ഈവൻ. ഇവിടെ നമുക്ക് തന്ന തന്നെ അല്ലേ? എക്സ് ഓഡ് നമ്പർ ആവുമ്പോൾ, അതായത് ഇഫ് എക്സ് ഈസ് ഓഡ് വൈ ഈസ് ഈവൻ നമ്പർ ആയിട്ട് വൈ വരുമ്പോഴേ നമുക്ക് എക്സ് ഓഡ് നമ്പർ ആയിട്ട് കിട്ടുള്ളൂ അല്ലെ? ഈവൻ നമ്പർ ആയിട്ട് നമുക്ക് ഇവിടെ വൈ വരുമ്പോഴേ എക്സ് ഓഡ് നമ്പർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ കേസിലോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് 1. വൈ മൈനസ് 1 നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇഫ്
ഇഫ് എക്സ് ഈസ് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈവൻ നമ്പർ ആകുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, വൈ ഈസ് ഓഡായിട്ട് കിട്ടുള്ളൂ. അതെങ്ങനെ നോക്കുക, ഇവിടെ എക്സ് ഈക്വൽ ടു വൈ മൈനസ് വൺ എന്നല്ല, ഇവിടെ വൈ ഈവൻ നമ്പർ ആയിട്ട് വരുമ്പോഴേ നമുക്ക് എക്സിന് എന്ത് കിട്ടുള്ളൂ, ഓഡ് നമ്പർ ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ വരുമ്പോൾ അവിടെ വൈ ഓഡ് നമ്പർ ആയി കഴിഞ്ഞാൽ എക്സ് ഈവൻ നമ്പർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ്, അതായത് എക്സ് ഈക്വൽ ടു വൈ മൈനസ് വൈ പ്ലസ് വൺ ആവും ഇഫ് വൈ ഈസ് ഓഡ് നമ്പർ. ഓക്കെ, വൈ മൈനസ് വൺ ആവും ഇഫ് വൈ ഈസ് ഈവൻ. അതായത് ഈ വൈയും എക്സും എന്ത് തന്നെയാണ്, വൈയും എക്സും ഒക്കെ ബിലോങ്സ് ടു എൻ ആണ് അല്ലെ. നമുക്കറിയാം എക്സ് എന്താണ്, ബിലോങ്സ് ടു എൻ ആണ്, നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എന്നുള്ള ആൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു എന്ന് പറയാം. ഈ ഫംഗ്ഷൻ എന്താണ്, ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ 13 ക്വസ്റ്റ്യൻ എന്താ, ഷോ ദാറ്റ് an on to ഫംഗ്ഷൻ. ഇത് വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, ഈസ് ഓൾവേസ് 1 1. ഒരു ഓൺ ടു ഫംഗ്ഷൻ ഓൾവേസ് 1 1 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം, നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ സെറ്റ് 1 2 3 ആണ് ഇതിലുള്ള എലമെന്റ്സ്. ഹിയർ ആൾസോ 1 2 3. ഇതാണ് റിലേഷൻ വരുന്നത്. നമുക്ക് സെറ്റ് എ ബി എന്ന് കൊടുക്കുക. എ ടു ബി ആണ് റിലേഷൻ വരുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷന് 1 1 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എന്തുണ്ടാവും, ഓരോ എലമെന്റ് ഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് കോഡൊമൈനില് യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്, ഈ കേസിൽ ഫംഗ്ഷൻ ഈസ് 1 1 ആണ്, 1 1 ആണ്. ഇനി ഓൺ ടു ആണെങ്കിലോ, ഓരോ ഇമേജിനും സെറ്റ് ബിയിൽ കോഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് സെറ്റ് എയിൽ ആരുണ്ടാവും, ഒരു പ്രീ ഇമേജ് ഉണ്ടാവും അല്ലെ. 1ന്റെ പ്രീ ഇമേജ് എന്താണ്, 1 ആണ്. 2ന്റെ പ്രീ ഇമേജ് 2 ആണ്. 3ന്റെ പ്രീ ഇമേജ് എന്താ, 3 ആണ്. അപ്പൊ എന്താണ് പറയാം, ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആണ് എന്ന് പറയാം. ഓക്കെ, ഇത് തന്നെയാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി ഇതല്ലാത്ത കേസ് വരും. അങ്ങനെയാണെങ്കിൽ 1 1 ആവാത്തപ്പോ എന്തെന്താവാനും പാടില്ല, ഓൺ ടു ആവാനും പാടില്ലല്ലോ അല്ലേ. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട് ഫംഗ്ഷൻ. നമ്മള് സെറ്റ് എന്തൊക്കെയാണ്, 1 2 3 ആണ്. രണ്ടാമത്തെ സെറ്റും 1 2 3 ആണ്.
സപ്പോസ് ഫങ്ഷൻ ഈസ് നോട്ട് എന്തല്ല 1 1 അല്ല. ഫങ്ഷൻ എന്തല്ല 1 1 അല്ല. ഫങ്ഷൻ 1 1 അല്ല എന്ന് പറയുമ്പോൾ 1ന്റെ ഇമേജ് 1 ആണ്, 2ന്റെ ഇമേജും എന്ത് തന്നെയാണ് 1 തന്നെയാണ്, 3ന്റെ ഇമേജ് 3 ആണ്. ഓക്കെ, റിലേഷൻ ആണ്, പക്ഷെ എന്തല്ല 1 1 ഫങ്ഷൻ അല്ല. കാരണം എന്താ, ഡൊമൈനിലുള്ള സെറ്റ് എയിലുള്ള ഓരോ എലിമെന്റിനും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എന്നാണ് പറഞ്ഞത്. യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണോ ഇവിടെ ഉള്ളത്. 1നും ഇമേജ് 1 ആണ്, 2 എന്നുള്ള എലിമെന്റിനും ഇമേജ് എന്ത് തന്നെയാണ് 1 തന്നെയാണ്. അപ്പൊ ഇത് എന്തല്ല 1 1 ഫംഗ്ഷൻ അല്ല. ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്, 1 എന്നുള്ള ആൾക്കുള്ള പ്രീ ഇമേജ് എന്താ, 1 എന്നുള്ളതിന്റെ പ്രീ ഇമേജ് എന്താ 1 ആണ് അല്ലെ. അതേപോലെ ഇവിടെ 2ന് എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, thus 2 has no pre-image. 2ന് എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. ഗിവൺ ഫംഗ്ഷൻ എന്തല്ല, ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അപ്പോ 1 1 അല്ലാത്തൊരു ഫംഗ്ഷൻ അത് ഓൺ ടു ആവില്ല എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താവണം, ഫംഗ്ഷൻ 1 1 ഓൺ ടു ആവണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ മസ്റ്റ് ബി 1 1. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിരിക്കുക. Example number 14. Show that the 1 1 function 1 2 3 set 2 set similar elements എന്നുണ്ട് must be 1 on 2. 1 1 ഫംഗ്ഷന് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ 2 സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3. ഹിയർ ആൾസോ 1 2 3. ഓക്കെ, എന്താണ് 1 1 ആവണം എന്നുള്ളതിന്റെ ഫംഗ്ഷൻ 1 1 എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഡൊമൈനിലുള്ള എലിമെന്റിനും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവണം. അപ്പൊ എന്താ പറയാ, ഫംഗ്ഷൻ ഈസ് 1 1 ആണ് അല്ലെ, 1 1 ആണ്. ഇനി ഈ 1 1 ആയിട്ടുള്ള ഫംഗ്ഷൻ ഈ കേസിൽ ഓൺ ടു ആണോ, കാരണം എന്താ, സെറ്റ് ബിയിലുള്ള ഓരോ എലിമെന്റിനും എന്തുണ്ട്, കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഉണ്ട്. 1ന് 1 ഉണ്ട്, 2ന് 2 ഉണ്ട്, 3ക്ക് 3 ഉണ്ട്. അപ്പൊ എന്താ പറയാ, ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഓൺ ടു അല്ലാത്തൊരു കേസ് ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞത്, മസ്റ്റ് ബി ഓൺ ടു. 1 1 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താവണം, ഓൺ ടു ആവണം എന്നല്ല പറഞ്ഞത്. അപ്പൊ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. എങ്ങനെ വരും, 1 2 3 1 2 3. 1ന് ഈ സെറ്റ് ബിയിലുള്ള 1ന് എയിൽ എന്തുണ്ട്, ഒരു 1 എന്നുള്ള പ്രീ ഇമേജ് ഉണ്ട്. 2ന് ഒരു പ്രീ ഇമേജ് ഉണ്ട്. പക്ഷെ എന്തില്ല, 3 എന്നുള്ള ആൾക്ക് സെറ്റ് ബിയില് 3 എന്നുള്ള എലിമെന്റിന് ഒരു പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, അപ്പൊ അതെന്തല്ല, ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു അല്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാ, ഈ കേസില് ഇൻ സെറ്റ് എയില് 2 and 3 ഹാവ് എന്തുണ്ട്, സെയിം ഇമേജ് ഉണ്ട്. ഇമേജ് 2. 2നും 3ക്കും എന്ത് കറസ്പോണ്ടിങ് ബിയില് സെയിം ഇമേജ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇതെന്തും അല്ല, ഫംഗ്ഷൻ ഈസ് ഓൺ ടു അല്ല എന്നുള്ള കേസാണ് നമ്മളെടുത്ത്. therefore ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഇതെന്തും അല്ല, 1 1 അല്ല. അപ്പോൾ 1 1 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണം, ഓൺ ടു ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ 1 1 ആവണം എന്നുള്ളതും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, അതല്ലെങ്കിൽ എന്തല്ല, ഓൺ ടു അല്ലെങ്കിൽ അതൊരു 1 1 ഫംഗ്ഷൻ അല്ല എന്നുള്ളതും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക.